വോട്ടെടുപ്പിന് ഇനി 4 നാൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി വോട്ടർക്ക് പണം നൽകുന്ന ദൃശ്യവുമായി പിണറായി വിജയൻ. CPMന്റെ കൽപ്പിത കഥയെന്ന് CP മുഹമ്മദ്. നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശത്തിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി. മോദിക്ക് ജനം മറുപടി നൽകുമെന്ന് CPM. കേരളത്തിനുള്ള മുന്നറിയിപ്പെന്ന് BJP. ലിബിയയിൽ നിന്ന് നഴ്സുമാരെ തിരിച്ചെത്തിച്ചത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം. തിരിച്ചെത്തിയത് സ്വന്തം ചെലവിലെന്ന് നഴ്സുമാർ. തെരഞ്ഞെടുപ്പ് മറയാക്കി കൊല്ലം വള്ളിക്കാവിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നുവെന്ന് പരാതി. അമൃത എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന സ്ഥലം നികത്തുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. തഹസിൽദാറോട് റിപ്പോർട്ട് തേടുമെന്ന് ജില്ലാ കലക്ടർ. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ബാക്കി. തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. ദേശീയ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്തെത്തിയത് സഹായകരമാകും എന്ന ആത്മവിശ്വാസം മുന്നണികൾക്കുണ്ട്. 4 ദിവസം ശേഷിക്കെ മണ്ഡലങ്ങളിൽ മിക്കയിടത്തും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദ് വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നുവെന്ന് പിണറായി വിജയന്റെ ആരോപണം. ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പിണറായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വോട്ടർക്ക് പണം നൽകിയില്ലെന്നും ഹസ്തദാനം കൊടുക്കുകയാണ് ചെയ്തത് എന്നുമാണ് CP മുഹമ്മദിന്റെ പ്രതികരണം. സിറ്റിംഗ് MLA CP മുഹമ്മദ് ഭവന സന്ദർശനത്തിനിടെ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്നാണ് പിണറായി വിജയൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം. ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള 21 സെക്കൻഡ് ദൈർഘ്യമുള്ള മൊബൈൽ ദൃശ്യങ്ങളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. CP മുഹമ്മദ് ഒരു വീട്ടിലേക്ക് കടന്നു വരികയും സ്ത്രീയുടെ കയ്യിൽ ഒരു വസ്തു വെച്ചു കൊടുക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ പണമല്ല ഹസ്തദാനമാണ് നൽകിയതെന്നാണ് CP മുഹമ്മദിന്റെ മറുപടി. ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ തകർക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും CP മുഹമ്മദ്. അത് CPMന്റെ ഒരു കൽപ്പിത കഥയാണ്. ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. 4 തവണയാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അത് CPMന്റെ ഒരു കൽപ്പിത കഥയാണ്. വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥി അയോഗ്യനാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പിണറായി ആവശ്യപ്പെടുന്നു. മീഡിയ 1 പാലക്കാട്. നരേന്ദ്രമോദിയുടെ സോമാലിയൻ പരാമർശത്തിൽ പ്രതിഷേധം തുടരുന്നു. പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പരാമർശം മാപ്പർഹിക്കാത്തതെന്ന് AK ആന്റണി പറഞ്ഞപ്പോൾ ജനം തെരഞ്ഞെടുപ്പിലൂടെ മോദിക്ക് മറുപടി നൽകുമെന്നായിരുന്നു CPMന്റെ പ്രതികരണം. എന്നാൽ മോദി കേരളത്തിന് നൽകിയ മുന്നറിയിപ്പാണ് ഇതെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. മോദി മാപ്പ് പറയണമെന്ന് AICCയും ആവശ്യപ്പെട്ടു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ യോഗത്തിലാണ്, തെരഞ്ഞെടുപ്പിനൊരായുധമായിട്ടാണ് ഈ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. അത് ആ തെറ്റ് തിരുത്താൻ അവസരമുണ്ടായിട്ടും അത് തിരുത്താതെ ഇരുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് എന്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നരേന്ദ്രമോദി മനസ്സിലാക്കണം. ഈ കേരളത്തിന് സോമാലിയുടെ അവസ്ഥ ഇതുവരെ വരാതിരുന്നത് കേരളത്തിൽ ഇതുവരെ BJP അധികാരത്തിൽ വരാതിരുന്നതുകൊണ്ടാണ്. Kerala people are intelligent. They are not to be misled by this sort of campaign by Mr. Oman Chandi. If he can take legal action, he can take legal action. കോൺഗ്രസ് നേതാവ് പ്രൊഫസർ G. ബാലചന്ദ്രൻ ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. BJP നേതാവ് ശ്രീ B. രാധാകൃഷ്ണ മേനോൻ കോട്ടയത്ത്, ശ്രീ PM മനോജ് ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ശ്രീ NP ചെക്കുട്ടി മാധ്യമപ്രവർത്തകർ അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ബാലചന്ദ്രൻ, പ്രൊഫസർ ബാലചന്ദ്രൻ, സോമാലിയയ്ക്ക് പിന്നാലെ ലിബിയയും ഈ 4 ദിവസം മാത്രം വോട്ടെടുപ്പിലേക്ക് ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിൽ പരാമർശിക്കേണ്ടതായി വരും. പക്ഷേ അതിനു മുമ്പ് ഇന്നിപ്പോൾ CP മുഹമ്മദ് പണം നൽകിയെന്ന, വോട്ടിന് വേണ്ടി പണം നൽകിയെന്ന ആരോപണം പിണറായി വിജയൻ ഉന്നയിച്ചതിലേക്ക് അതിൽ നിന്ന് തുടങ്ങിയാൽ ഇതിപ്പോൾ CP മുഹമ്മദിൻ്റെ കാര്യം മാത്രമല്ല, പലയിടത്തും പണമൊഴുക്കുന്നുണ്ട്. മുൻകൂട്ടി പരാജയം കണ്ടിട്ട് UDFന്റെ നേതൃത്വം എന്നാണ്, UDFന്റെ സ്ഥാനാർത്ഥികൾ എന്നാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ അതോടൊപ്പം ചേർന്ന് കുറിച്ചത്. അങ്ങനെ നടക്കുന്നുണ്ടോ? പരാജയം മുൻകൂട്ടി കാണുന്നുണ്ടോ UDF? അതിനെ അതിജീവിക്കാനുള്ള ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ കോൺഗ്രസും UDFും ചെയ്യുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ UDF ചെയ്യുകയില്ല. CP മുഹമ്മദ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഏതോ ഒരു സ്ത്രീക്ക് ആശുപത്രിയിൽ പോകുന്നതിന് അവർക്ക് ഒരു ആശ്വാസം അരുളുന്നതിന് അവരെ കയ്യെ പിടിച്ചൊന്ന് ആശ്വസിപ്പിച്ചു. ആ കയ്യെ പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോൾ അതിന് പണം കൊടുത്തു എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം ഉണ്ടാവുകയും അത് ഫേസ്ബുക്കിൽ കൊടുക്കുകയും ചെയ്യുന്ന ഈ ദുരാരോപണങ്ങളുണ്ടല്ലോ, ഈ ഗീബൽസിനേക്കാൾ തോൽപ്പിക്കുന്ന
ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. UDF ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ആ UDF ജയിക്കുന്ന ഈ സാഹചര്യത്തിൽ UDFനെ തോൽപ്പിക്കാൻ എന്തൊക്കെ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് LDFും NDAയും. ഇപ്പം നാളെ തന്നെ വേറെ ഒരു കെട്ടഴിക്കാൻ പോകണു അത്രേ സരിത. ഇതൊക്കെ എന്തിനു വേണ്ടി? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പ്രചരണ കോലാഹലങ്ങൾ, അതും കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് UDFിൻ്റെ വിജയസാധ്യതയെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഒരു കാരണവശാലും വിജയിക്കുകയില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 80 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അതിനകം ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ മുന്നിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മനം മാറ്റത്തിന് എന്ത് ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാവുകയില്ല. എത്രയോ ആരോപണങ്ങളാണ് ഉണ്ടായത്. ഈ ആരോപണങ്ങളൊക്കെ പൊക്കിക്കാണിച്ചുകൊണ്ട് UDFിനെതിരെ നീങ്ങുകയാണ്. നേരത്തെ കോഴ വന്നു, അത് പോയി. സരിത വന്നു, അത് പോയി. ഭൂമി ആരോപണം വന്നു, അത് പോയി. ജിഷ വന്നു, അതും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സമരങ്ങളുടെ കോലാഹലം, ആ സമരങ്ങളുടെ കോലാഹലങ്ങളിലൂടെ ഒരു ഗവൺമെൻറ്റിനെ വീർപ്പ് മുട്ടിക്കാൻ, ഉത്തരം മുട്ടിക്കാൻ ഉള്ള ശ്രമം ജനങ്ങൾക്ക് തന്നെ അരോചകമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇവർ ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം പ്രൊഫസർ ബാലചന്ദ്രൻ താങ്കളിലേക്ക്. ശ്രീ PM മനോജ്, ഇതിനകം 19 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ട വോട്ടർമാരുടെ മനസ്സിനെ, തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഗീബൽസിയൻ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ CP മുഹമ്മദിനെതിരായിട്ടുള്ള ദൃശ്യങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പരാജയത്തെ ഭയപ്പെടുന്നതുകൊണ്ട്, വിജയം ഉറപ്പില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തെറ്റായി ചെയ്യുകയാണോ LDF? ആരോപണങ്ങളല്ലല്ലോ, ദൃശ്യം നാമെല്ലാം കാണുന്നതാണല്ലോ. ഇനിയിപ്പോൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ തെളിയിക്കട്ടെ. പക്ഷേ ഈ ഗവൺമെൻറ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് അദ്ദേഹം ശ്രീ ബാലചന്ദ്രൻ തന്നെ ഒരു ലിസ്റ്റ് നിരത്തി. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ CP മുഹമ്മദ് കാശ് കൊടുക്കുന്ന വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ടു. അതിന് തൊട്ട് മുമ്പ് വേറൊരു ഓഡിയോ കേട്ടു. എന്താണെന്നറിയോ? കുന്നത്ത് നാട് സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സജീന്ദ്രൻ്റെ ഭാര്യ കോലഞ്ചേരിയിലുള്ള പ്രാദേശിക ലേഖകന്മാർക്ക് 20,000 രൂപ വരെ കൈക്കൂലി കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്ന ഓഡിയോ പുറത്തു വന്നു. അത് വന്നപ്പോൾ അവർ നിഷേധിച്ചില്ല, അവർ ഓൺ ചെയ്യുകയാണ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പയ്യന്നൂരുള്ള പ്രഭാകരൻ എന്ന അഭിഭാഷകൻ്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ പിടിച്ചു, ട്രഷറിയിൽ അടപ്പിച്ചു. അത് K. സുധാകരന് വേണ്ടി കൊണ്ടുപോയതായിരുന്നു. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, അവിടെ ഉദുമ മണ്ഡലത്തിൽ 500 രൂപ നോട്ടിൽ കൈപ്പത്തി ചിഹ്നം സീൽ ചെയ്ത് വിതരണം ചെയ്തു. കേരളത്തിൽ വലിയ തോതിൽ പണമൊഴുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും, ഈ പരാജയം ഉറപ്പാണ്, ആ പരാജയത്തിൻ്റെ തോത് കുറക്കാനെങ്കിലും കഴിയുമോ എന്ന് ശ്രീ ബാലചന്ദ്രൻ്റെ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ CP മുഹമ്മദ് കൊണ്ടുപോയിട്ട് ചുരുട്ടിപ്പിടിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുന്നത് ആശ്വാസമാണ് എന്നാണ് പറയുന്നത്. ഈ ആശ്വാസം എങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ആരും അറിയാതെ കൊടുക്കുക എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ആശ്വാസം കൊടുത്തിട്ടാണ് അരുവിക്കരയൊക്കെ ഇവർ ജയിച്ചത്. ഇപ്പോഴേ പുതിയ തന്ത്രങ്ങളും കൊണ്ട് വരുന്നു. അതോടൊപ്പം തന്നെ പണത്തിൻ്റെ ഒഴുക്കുണ്ടാകുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ സമരം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു സമരവും ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം UDFിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങളുടെ അവസാനത്തെ പട്ടികയിൽ അവസാനത്തെ ഒന്നായി ഈ പെരുമ്പാവൂരിലെ ജിഷ വധവും കൂടി ചേർത്തതിൽ നന്ദിയുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രൊഫസർ ബാലചന്ദ്രൻ, ശരിയോ തെറ്റോ? ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ അദ്ദേഹം എന്തോ മറച്ചു പിടിച്ച് അവർക്ക് കൊടുക്കുകയാണല്ലോ എന്ന് തോന്നലുണ്ടാകും. പക്ഷേ എങ്കിൽ തന്നെയും അതിൻ്റെ വിശ്വാസ്യതയൊക്കെ പിന്നീട് തീരുമാനിക്കപ്പെട്ടുകൊള്ളട്ടെ. പക്ഷേ അപ്പോൾ തന്നെയും ഇത് പിണറായി വിജയൻ തന്നെ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരെ അറിയിക്കുന്ന സ്ഥിതിക്ക് പ്രധാനപ്പെട്ടൊരു വിഷയമാണെങ്കിൽ അത് ദോഷം ചെയ്യുകയില്ലേ? അദ്ദേഹം അതോട് ചേർത്ത് പറഞ്ഞ മറ്റ് സംഭവങ്ങൾ കൂടെയുണ്ട്, കുന്നത്തുനാട്ടിലെ കാര്യങ്ങളടക്കം. ഇങ്ങനെ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നു ഈ UDF എന്നൊരു തോന്നൽ ഉണ്ടാവുകയില്ലേ? ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഠത്തിൽ രഘു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തി കോടാനുകോടി രൂപ പിടിച്ചിരിക്കുന്നു. 16 കിലോ സ്വർണം പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിനോദിൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ ഒരു സിനിമാ നടിയുടെ വീട്ടിൽ ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നതാണ്? വിദേശത്ത് നിന്ന് വന്ന ഈ പണം മുഴുവൻ ഇവിടെയുള്ള ചവറയിലെ ബാർ മുതലാളി അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വമ്പൻ കോടികളുടെ വരവും അത് പിടിച്ചടക്കുന്ന സമ്പ്രദായവുമൊക്കെ ഇവിടെ പുതുകാഴ്ചകളാണ്. ഈ പുതുകാഴ്ചകൾ ആർക്കു വേണ്ടിയാണ് ഈ പണം വരുന്നതെന്നും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുമുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തേണ്ടതാണ്.
ഇതൊക്കെ ആലോചിക്കുമ്പോൾ കോടാനുകോടി രൂപ നടത്തി സാംസ്കാരിക മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഇവിടെ ശ്രീ പിണറായിയുടെ നാട്ടിൽ. അതിൻ്റെ എത്ര ചെലവ്, എത്ര കോടി രൂപ അതിന് ചെലവായി? ഈ വക കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പണം എവിടുന്ന് വരുന്നു? ഈ വക വമ്പൻ പണം കൈക്കൂലി വാങ്ങുകയും അല്ലെങ്കിൽ കോഴ വാങ്ങുകയും ചെയ്തിട്ട് 10-100 രൂപയുടെ കാര്യത്തെക്കുറിച്ച് കണക്ക് പറഞ്ഞ് ഈ ആളുകളുടെ ഈ മുറ തെറ്റിക്കാൻ, അവരുടെ കണ്ണ് തെറ്റിക്കാൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ ശ്രമം തെറ്റാണ്. ഇപ്പോൾ സോമാലിയ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നില്ലേ? പ്രധാനമന്ത്രി കിടുങ്ങത്തക്ക മട്ടിൽ ഇപ്പോൾ അവിടെ ഈ മാലിന്യം തിന്നു എന്ന് പറഞ്ഞ കുട്ടി തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പഴം കൊണ്ട് തന്നിട്ട് ഞാനിങ്ങനെ മാലിന്യം തിന്നണമെന്നും അത് ഞങ്ങൾ ഫോട്ടോയിൽ എടുക്കുമെന്നും പറഞ്ഞു ആ കുട്ടി തന്നെ ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ പ്രധാനമന്ത്രി മുതൽ ഇവിടെ LDF ആവട്ടെ അതുപോലെ തന്നെ NDA ആവട്ടെ UDFൻ്റെ ഇടതും വലതും നിന്ന് UDFനെ തോൽപ്പിക്കാൻ മെതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വീഴുകയില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത ജീവകാരുണ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആളുകൾ മുഴുവൻ ഇപ്പോൾ UDFനോടൊപ്പമാണ്. ഞാൻ തിരിച്ചു വരാം പ്രൊഫസർ ബാലേന്ദ്രൻ, ഞാനൊന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം എന്നോട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, പലതാണ് വിഷയങ്ങൾ. നമുക്ക് മുന്നിൽ 4 ദിവസമേ ഉള്ളൂ. 5-ാം ദിവസം ജനം വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് പോകും. ഇതിനകം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമോ വോട്ടർമാരുടെ മനസ്സ്? 5 വർഷത്തെ ഭരണത്തിന് ശേഷമാണ്, പല വിധത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾക്കൊടുവിലാണ്, പലതരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് ഇരു മുന്നണികളിലും നടന്ന സംഭവങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇത്രയും ദിവസത്തെ പ്രചാരണവും കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകുമോ പ്രചാരണ രംഗത്ത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ അവരുടെ ഒരു കൂടുതൽ സ്വാധീനം ദൃശ്യമായിട്ടുണ്ടോ? ഒപ്പം വിഷയങ്ങളിൽ, പ്രചാരണ വിഷയങ്ങളിൽ, അവസാന ദിവസങ്ങളിലെ വിഷയങ്ങളിൽ നരേന്ദ്രമോദിയും BJPയും കേന്ദ്രസ്ഥാനത്ത് വരുന്നത് BJPക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഉണ്ടാകുമോ? തീർച്ചയായും കേരളത്തിലെ വോട്ടർമാർ ഒരു വലിയ ശതമാനം ആളുകൾ ഹൈലി പൊളിറ്റിക്കലാണ്. നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള പോളറൈസേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകുന്നതാണ്. LDFനും UDFനും ഇടയിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു വോട്ട് ഡിഫറൻസ് വന്ന ഒരു 2.5-3% വരുന്നത്. അപ്പോൾ ഈ ഒരു വളരെ പരിമിതമായ സെഗ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറുന്നത്. ആ ഒരു സ്വാധീനം, അങ്ങനെയുള്ളൊരു 2.5-3% വരുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കുന്ന ക്യാമ്പയിനിൽ വരുന്ന വിഷയങ്ങൾ ഒക്കെ തന്നെ അവർ സ്വാധീനിക്കുമെന്ന കാര്യം തർക്കമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള, വളരെ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് ഒരു BJP വിരുദ്ധ സമീപനം ഒരുപക്ഷെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിലെ പല എലിമെൻറ്റുകളും വളരെയേറെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശരിയല്ല. അദ്ദേഹം അത് പറഞ്ഞ രീതിയെക്കുറിച്ച് വലിയ തോതിൽ പൊളിറ്റിക്കലായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങളിൽ വിയോജിപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവേ ജനങ്ങൾക്കിടയിൽ വളരെയേറെ ഗൗരവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ രാഷ്ട്രീയമായി സ്വാധീനിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള സെക്യുലറിസത്തിന് അനുകൂലമായിട്ടുള്ള BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഉണ്ടാവുക. അത് ഇടതുപക്ഷത്തെ ആണ് സ്വാധീനിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെയാണ് സ്വാധീനിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടത്. എന്തായാലും ശരി, ദർ ഈസ് ഒരു തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു BJP ട്രെൻഡ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. BJP ട്രെൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ അത് വലിയ തോതിലുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവായി തിരിച്ചടിക്കുന്നതായി എന്ന തോന്നൽ ഉണ്ട്. ഈ സോമാലിയയുമായി ബന്ധപ്പെട്ടതൊക്കെ ഇന്നിപ്പോൾ അല്പം മുമ്പ് സുഷമ സ്വരാജിൻ്റെ ട്വീറ്റും ഏതാണ്ട് ആ മട്ടിലാണ് പോകുന്നതെന്ന തോന്നലാണ് നൽകുന്നത്. നവമാധ്യമങ്ങളിൽ കാണുന്ന പരാമർശങ്ങളെയും പ്രസ്താവനകളെയും അത്തരം ട്രോളുകളെയും ഒക്കെ വെച്ച് നോക്കിയാൽ, അതായത് അവർ പറഞ്ഞത് ലിബിയയിൽ നിന്ന് ഞങ്ങൾ പണം കൊടുത്താണല്ലോ ഇങ്ങോട്ട് ആളുകളെ എത്തിച്ചത്, മിസ്റ്റർ ചാണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വലിയ തോതിൽ കേരളവും ഇന്ത്യയുടെ ഭാഗമാണല്ലോ, അത് സ്വാഭാവികമായും ചെയ്യേണ്ടതല്ലേ എന്നതടക്കമുള്ള പരാമർശങ്ങൾ സ്വാഭാവികമായും എതിർ രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളായിരിക്കാം. എങ്കിലും അതും ഒരു തരംഗമായി അല്ലെങ്കിൽ പ്രചാരണ സംഗതിയായി അങ്ങ് പോവുകയാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? BJP ചർച്ചകളിൽ പ്രധാന സ്ഥാനത്ത്, കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെയും അത് BJPക്ക് തിരിച്ചടിക്കുന്ന വിധത്തിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവസാന ദിവസങ്ങളിൽ എന്നൊരു തോന്നൽ നേതൃത്വത്തിന്, താങ്കളടക്കമുള്ളവർക്കെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ BJPക്ക്
എതിരായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത് എന്ന് മെയ് 16-ാം തീയതി വോട്ടിംഗ് വരെയും മെയ് 19-ാം തീയതി എണ്ണിക്കഴിയുന്നത് വരെയും പറഞ്ഞ് സമാധാനിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. നാളിതുവരെ ഇല്ലാത്ത അന്തരീക്ഷം സംസ്ഥാനത്ത് BJPക്കും NDAയ്ക്കും അനുകൂലമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെയും അമിത്ഷായുടെ വാക്കുകളെയും BJPയുടെ പ്രവൃത്തികളെയും NDAയുടെ മുന്നേറ്റത്തെയും എല്ലാം എതിർക്കുവാൻ വേണ്ടി ഇത്ര ശക്തമായി രംഗത്ത് വരാൻ ശ്രീമാൻ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും അച്യുതാനന്ദനെയും പിണറായി വിജയനെയും എല്ലാം ഒരുപോലെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ള വസ്തുതയെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം കേന്ദ്രത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായ രാഷ്ട്രീയം കോൺഗ്രസും കോൺഗ്രസ് വിരുദ്ധവും അത് BJPയും BJP വിരുദ്ധവുമായതുപോലെ കേരളത്തിലും ആ നിലയിലേക്ക് രൂപപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ ഇപ്പോൾ സോമാലിയ എന്ന് പറഞ്ഞ് അതിനെ കൗണ്ടർ പ്രൊഡക്റ്റ് ആക്കാൻ അല്ലെ എതിർപ്പുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു വലിയ ശ്രമം നടക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, സോമാലിയയിലുള്ളവർ മനുഷ്യരല്ലേ? ആഗോളതലത്തിലുള്ള ദേശസ്നേഹം പറയുന്ന ആഗോള ഐക്യം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോമാലിയക്കാർ സഹോദരങ്ങളല്ലേ? ഭാരതത്തിന്റെ സമീപനം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. സോമാലിയ മുസ്ലിം രാജ്യമാണ്. അവിടെ കടൽ കൊള്ളക്കാരുണ്ട്, കാട്ടാളന്മാരെ പോലെ ജീവിക്കുന്നവരുണ്ട്, അവിടെ അതല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഈ ഭാരതം എന്ന് പറയുന്നത് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായി മാറിയ നാടാണ്. ഈ നാടിന്റെ പ്രതിപുരുഷനായി ഇന്ന് വിദേശത്ത് സ്വാമി വിവേകാനന്ദന് ശേഷം ലോകം മുഴുവൻ അംഗീകരിച്ച ആദരണീയമായ വ്യക്തിത്വമാണ് നരേന്ദ്രമോദിയുടേത്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പറഞ്ഞില്ലേ, ഇത് ഭ്രാന്താലയമാണ് എന്ന്. അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു കത്തെഴുതുമായിരുന്നു, കേരളത്തിൽ മുഴുവൻ ഭ്രാന്തന്മാരല്ല, വിവേകാനന്ദൻ തിരുത്തി പറയണം. എന്തായാലും അത് കേരളത്തിന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോമാലിയയെക്കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെയാണ്. ആ സോമാലിയ പോലും ആ സോമാലിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെ നന്നാക്കണ്ടേ? അതിനു പകരം അവരെ പറ്റി പറഞ്ഞ അമേരിക്കയെ പറ്റി പറഞ്ഞാൽ ആക്ഷേപമില്ല, മുസ്ലിം രാജ്യമായ സോമാലിയയെ പറ്റി പറഞ്ഞാൽ ആക്ഷേപമാണ് ഉമ്മൻചാണ്ടിക്ക്. അപ്പൊ ഏതായാലും ഇതെല്ലാം കേരളത്തിലെ ഭാരതത്തിലെ ജനങ്ങൾ നന്നായി കാണുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും അത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലായി ഇപ്പോൾ മത്സരം. ഇപ്പോ BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ എതിർക്കാൻ ഇവരൊരുമിച്ചിരിക്കുന്നു. ഇവര് ഡൽഹിയിൽ ഒരുമിച്ച് യോഗം ചേർന്നു. സോണിയയും യെച്ചൂരിയും AK ആന്റണിയും അടക്കം ഒരുമിച്ചിരുന്ന് ആലോചിച്ച പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ NDA ജയിക്കുന്ന സ്ഥലങ്ങളിൽ NDAയെ തോപ്പിക്കാൻ വേണ്ടി അവരാലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ആന്റണി നാടുനീളെ നടന്ന് ഞാൻ ഈ കേന്ദ്രമന്ത്രിമാര് വരുന്നതിൽ പ്രധാനമന്ത്രി വരുന്നതിൽ അപകടം മണക്കുന്നു 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 എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ AK ആന്റണി അല്ലേ ഇവിടെ സമരം നടത്തിയ ആദിവാസികളുടെ നേതാവ് ജാനുവിന്റെ ഒപ്പം കൈകൊട്ടി കളിച്ചത്? എന്നിട്ട് അവർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞത്, അവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞത്? ആ ആദിവാസി നേതാവ് ജാനുവും ശ്രീനാരായണീയനും ഇന്ന് NDAയ്ക്കൊപ്പം എന്തുകൊണ്ട് നിൽക്കുന്നു? അതിന് മറുപടി പറയാൻ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് തെളിയാൻ പോവുകയാണ്. ജിഷയുടെ കൊലപാതകം, ഇവിടെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ, അമ്മയുറങ്ങാത്ത വീട്ടിൽ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികൾ. ആ ദുരന്തത്തെക്കുറിച്ച് ഇന്ന് കേരളീയ സമൂഹം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാനൊന്നും ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM മനോജ്, അവരവർ ഉന്നയിക്കേണ്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് ഇടം കിട്ടുന്നൊരു പരിതസ്ഥിതിയാണ് പ്രധാനമന്ത്രിയുടെ സോമാലിയ പരാമർശത്തിലൂടെ ഉണ്ടായത് എന്ന് BJP പോലും വിചാരിക്കുന്നുണ്ട്. അദ്ദേഹം ആ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലായല്ലോ ഇപ്പോൾ മത്സരമെന്ന്. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സോമാലിയ പരാമർശത്തിലൂടെ ഏതോ വിധത്തിൽ BJPയുമായി നീക്കുപോക്കുണ്ടാക്കുന്നു എന്ന ആരോപണത്തെ അതിജീവിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിയെ വലിയ തോതിൽ എതിർക്കുന്ന, BJPയുടെ സോമാലിയ പരാമർശത്തെ വലിയ തോതിൽ സങ്കടത്തോടുകൂടി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു 6 മണിക്കൂർ മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിൽ താങ്കൾ കൂടി അത് കണ്ടിട്ടുണ്ടാകണം. ഈ സോമാലിയ പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചർച്ചകളെ കേരളത്തിൽ UDF ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇതുവരെ LDF മനഃപൂർവ്വം ചർച്ച ചെയ്യാത്തൊരു കാര്യം പ്രചാരണം അവസാനിക്കാറായ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എന്നാണല്ലോ ആ പോസ്റ്റ് തുടങ്ങുന്നത്. 3 പതിറ്റാണ്ടിനിടെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് UDF സർക്കാർ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ വികസനം LDF ഒരു പ്രചാരണ വിഷയമാക്കാത്തത് ഇതുകൊണ്ടാണ്. വൻകിട വികസന പദ്ധതികളും
ആരംഭിച്ചതും പൂർത്തിയാക്കിയതുമായ വികസന പ്രവർത്തനങ്ങളും ആർക്കാണ് കണ്ടില്ലെന്നടിക്കാനാവുക എന്ന് പറഞ്ഞ അദ്ദേഹം മനുഷ്യവിഭവ സൂചികകളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകളും അടക്കം ചർച്ചയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് ചർച്ചയായ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൻ്റെ ആ കണക്കുകളെ സ്വന്തം പക്ഷത്തേക്ക് ചേർത്ത് വെക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേട്ടം പറയാൻ പറ്റുന്നൊരു അവസരം പ്രധാനമന്ത്രി സൃഷ്ടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് മേലുണ്ടായിരുന്ന BJP അനുകൂല നിലപാട് എന്ന ചീത്തപ്പേരിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലേ ഈ ദിവസങ്ങളിൽ? അതിജീവിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കുട്ടനാട് പ്രസംഗത്തിലൂടെ ഉമ്മൻചാണ്ടി ചെന്നുപെട്ടത് BJPയും കോൺഗ്രസും തമ്മിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ BJPയുടെ ചെലവിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കാൻ പോകുന്നു, തിരിച്ചങ്ങോട്ട് വോട്ട് കൊടുക്കാൻ പോകുന്നു എന്ന സന്ദേശമാണ് കുട്ടനാട്ടിലെ പ്രസംഗത്തിലൂടെ ഉമ്മൻചാണ്ടി വെച്ചത്. അതോടെ മതനിരപേക്ഷ കക്ഷികളും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാകെ ഉമ്മൻചാണ്ടിയുടെ ഈ കള്ളക്കളി പൊളിച്ചു കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഉമ്മൻചാണ്ടി, ഞങ്ങൾ മാത്രമല്ല, AK ആൻ്റണിയും VM സുധീരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയെ തള്ളി പറയുന്ന അവസ്ഥ വന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് BJPയെക്കുറിച്ച് എന്തെങ്കിലും 4 വർത്തമാനം പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ കാലിനടിയിലുള്ള മുഴുവൻ മണ്ണും ഒലിച്ചു പോകുമെന്നൊരു തോന്നലുണ്ടായത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. വികസനത്തെക്കുറിച്ച് മറ്റാരും പറയുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നമ്മൾ അതല്ലേ അന്വേഷിക്കേണ്ടത്. വികസനത്തെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഒരു പ്രകടന പത്രിക വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രിക മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് കേരളത്തിൻ്റെ വികസനം എങ്ങനെ ആവണമെന്ന് പ്രധാനപ്പെട്ട കേരള വികസനവുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് പഠന കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, ശാസ്ത്രീയമായി. അങ്ങനെ ശാസ്ത്രീയമായും സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളെ വിളിച്ച് കേരളത്തിൻ്റെ പുതിയ വികസന പരിപ്രേക്ഷ്യം ഇങ്ങനെ ആകണമെന്ന് LDF പറയുമ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത് ചുളുവിൽ BJPയുമായി വോട്ട് കച്ചവടം നടത്തി 4 സീറ്റ് വാങ്ങി. കാരണം മറ്റൊരു ഗതിയുമില്ല. ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഉമ്മൻചാണ്ടിയുടെ മുഖം? KM മാണി എവിടെയുള്ള വീട്ടിലായിരിക്കുന്നത്? എന്തിനാ? അദ്ദേഹം സന്യാസത്തിന് പോയതല്ല, അദ്ദേഹം അഴിമതി നടത്തിയിട്ട് പുറത്താക്കപ്പെട്ടിട്ട് പോയത്, രാജിവെക്കാൻ നിർബന്ധിതനായതാണ്. അതുപോലെ K ബാബു മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാ? നമ്മളൊന്നും അല്ലല്ലോ, ഈ ഇരിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അത് KPCC പ്രസിഡന്റ് VM സുധീരനാണ്. എന്തിനാണ്? ബാർ കോഴ. ഇങ്ങനെ ഇപ്പോൾ എത്ര കേസുണ്ട് എന്നാണ് ഉമ്മൻചാണ്ടി കോടതിയിൽ പോയിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? 31 ആണോ 32 ആണോ അത് 20 ആണോ 25 എന്ന്? ഈ കേസ് ഉമ്മൻചാണ്ടിക്ക് അങ്ങനെയാണെങ്കിൽ മുഴുവൻ മന്ത്രിമാരും വിജിലൻസ് കേസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പ്രതികൾ, അഴിമതി സർവത്ര. ഇങ്ങനൊരു അവസ്ഥയിൽ ഉമ്മൻചാണ്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ആയുധം സോമാലിയ ആയി മാറി എന്നത് ഒരു സത്യമാണ്. പക്ഷേ അതുപോലും ഉമ്മൻചാണ്ടി ഉപയോഗിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഇമേജ് ഉമ്മൻചാണ്ടി വീണ കുഴിയിൽ നിന്ന് കരകയറാനാണ്. എന്നാൽ ഇടതുപക്ഷം അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടി കൈയിട്ട് വാരിയിട്ടും നശിപ്പിച്ചിട്ടും തകർക്കാൻ പറ്റാത്ത വികസനം, അല്ലെങ്കിൽ തകർക്കാൻ പറ്റാത്ത അടിത്തറ, വികസനത്തിൻ്റെ അടിത്തറ, അതുപോലെ മറ്റ് മാനവ വിഭവശേഷിയുടെ അടിത്തറ അത് കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ടും അതിൻ്റെ അടിത്തറ ഇട്ടത് ഇടതുപക്ഷമാണ് എന്നുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അതാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടി ഈ 5 കൊല്ലം മഹത്തായ നേട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നേടിക്കളഞ്ഞു എന്നല്ല. അതുകൊണ്ട് തന്നെ ശ്രീ ചെക്കുട്ടി പറഞ്ഞതിന് തുടർച്ചയായി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ BJP വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അത് കേരളത്തിൻ്റെ കൃത്യമായ ജനവികാരം തന്നെയാണ്. ആ ജനവികാരത്തിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്നത് ആ BJP വിരോധമുള്ള ആളുകൾക്ക് തന്നെയാണ്. ആ BJP വിരോധം ഉള്ളത്, ഈ വർഗീയതയോട് വിരോധമുള്ളത്, അല്ലെങ്കിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് മരിച്ചു വീണത്. യഥാർത്ഥത്തിൽ തലശ്ശേരി കലാപം മുതൽ ഇങ്ങോട്ട് എടുക്കേണ്ടത് നമ്മൾ. ആരാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇവിടെ വർഗീയ ശക്തികളോട് പൊരുതിയത്? ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും അതിൻ്റെ ഗുണം ഉണ്ടാവും. അത് തട്ടിയെടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഒരു ആഗ്രഹമുണ്ട്. അത് ഇങ്ങനെ ഈ മറ്റു പല ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും ഒക്കെ വരുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്നതാണ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. മനോജ്, താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. പ്രൊഫസർ ബാലചന്ദ്രൻ, എന്തുണ്ടാകും താങ്കൾക്ക് മറുപടി? ഇപ്പോൾ തന്നെയും ഉണ്ടായിട്ടുള്ള ക്ഷീണത്തെ BJP അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നതിനെ അതിജീവിക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത് എന്നതാണ്. എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒടുവിൽ ഇങ്ങനെ പറയുന്നു: RSSൻ്റെ കേരളത്തെ ഗുജറാത്താക്കാനുള്ള മോഡിയുടെ തന്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന RSS കിങ്കരനാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഈ ഗുജറാത്ത് മോഡൽ നടപ്പാക്കിയാൽ കേരളത്തിലെ സാമൂഹ്യാന്തരീക്ഷം രക്തപങ്കിലമാകും. ശ്രീമാൻ ഉമ്മൻചാണ്ടി, കേരളം സോമാലിയ അല്ലെങ്കിലും നിങ്ങൾക്കും കൂട്ടാളികൾക്കും സോമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഒരു ഛായയില്ലേ? അല്ല, നിങ്ങൾ അവരെയും നാണിപ്പിക്കുന്നുണ്ടാകാം എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് ഉമ്മൻചാണ്ടി ഇട്ട അതേ സമയത്ത് തന്നെ അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെയും പറയുന്നു. ശ്രീ ബാലചന്ദ്രൻ,
ഇത് ഒരു തമാശ കേട്ട് ചിരിക്കാനേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ വർഷങ്ങളായി മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകരാണ്. ആ മതേതരത്വത്തിൻ്റെ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത നഥുറാം ഗോഡ്സെയുടെ ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് സന്ധി ചെയ്യാൻ പറ്റുമോ? ഒക്കത്തില്ല. ഇന്ത്യയുടെ ഏറ്റവും പരമമായ ശത്രു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശത്രു BJP ആണ്. ആ BJPയുമായി സന്ധി ചെയ്യാനോ ആ BJPയുമായി ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാനോ കോൺഗ്രസ് ശ്രമിച്ചു, കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ പരിഹാസ്യമുണ്ടാക്കുന്ന ചിത്രം മാത്രമാണ്. ഇവിടെ ഏറ്റവും മുഖ്യമായി കാണേണ്ടത് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെ എങ്ങനെ എതിർക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെയാണ് ഈ സാധനം ഉള്ളത്? ആകെ സാധനമുള്ളത് ത്രിപുരയിൽ കുറച്ച് പേരുണ്ട്. ബംഗാളിൽ അവർ ആകെ കഷ്ടത്തിലായി. അവർ പിന്നെ കോൺഗ്രസിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് BJPയെയും മമതയും നേരിടാൻ. പിന്നെ കേരളത്തിലാണുള്ളത്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വെറുതെ BJPയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 125 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ ഇന്ത്യ ഭരിക്കുന്ന ഈ മോഡിയുടെ ഗവൺമെൻറ്റിന് RSSനെ BJPയെ നേരിടാനോ ശക്തിയുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അതിനുള്ള ശക്തിയുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് BJPയുടെ ആജീവനാന്ത ശത്രു. അതിനെ നേരിടാൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിൻ്റെ പിന്നാലെ വന്നേ പറ്റൂ. കാരണം വേറെ ആരാണ് രക്ഷിക്കാനുള്ളത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ? ആരുമില്ല. അങ്ങനെ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനും മതേതരത്വം അരക്കിട്ടുറപ്പിക്കാനും കഴിയുന്ന തരത്തിൽ ഇവിടെ നമുക്ക് ശക്തമായൊരു മുന്നേറ്റം കുറിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കഴിയൂ. അത് അഖിലേന്ത്യാ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ഒപ്പം ശ്രീ NP ചേക്കുട്ടി, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ PM മനോജ്, 3 പേരിലേക്കും വളരെ പെട്ടെന്ന് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ NP ചേക്കുട്ടി, തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP വിരുദ്ധത സംസ്ഥാനത്തുണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഈ പറയുന്നിടങ്ങളിലെല്ലാം ആളുകളുടെ പ്രതികരണം ലഭിക്കുന്നിടങ്ങളിലെല്ലാം പരിശോധിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ തോന്നും എന്നത് വസ്തുതയാണെന്ന് സമ്മതിച്ചാൽ തന്നെയും ഈ BDJS പോലുള്ള സാന്നിധ്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക? ഈ വടക്കൻ ജില്ലകളിലൊക്കെ നേർക്കുനേർ LDF UDF മത്സരമൊക്കെ ആണെങ്കിലും തെക്കോട്ടങ്ങോട്ട് BDJSൻ്റെ സാന്നിധ്യമൊക്കെ ഏത് നിലക്കാണ് വോട്ടായി മാറുക എന്നത് ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് ഒപ്പം ഏത് കാലത്തുള്ളതിനേക്കാൾ വ്യത്യസ്തമായി BJP ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെയുണ്ട്. ഈ പറയുന്ന എതിർക്കപ്പെടുന്ന സംഗതികളിലൂടെയാണെങ്കിൽ പോലും BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി, പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമുണ്ടാക്കുന്ന കക്ഷിയായി അവിടെയുണ്ട്. സ്വാഭാവികമായും വോട്ട് പൂർണ്ണമായി സമാഹരിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ലേ? അതോടൊപ്പം BDJS പോലുള്ള സാന്നിധ്യങ്ങൾ ചേരുകയില്ലേ? അത് തന്നെയും അവരവരുടെ വോട്ട് സ്വാഭാവികമായി ആർക്കും മറിച്ചു കൊടുക്കാതെ കൂടെ പിടിക്കുന്നത് തന്നെയും ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഫലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ സാധ്യതയുമില്ലേ? അത് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? എനിക്ക് തോന്നുന്നത് 2-3 കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ഒന്ന്, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ടുണ്ടായിരുന്ന ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ വളരെ ക്ലിയറായിട്ട് കോൺഗ്രസിനെ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അത് സോണിയാഗാന്ധി അറ്റാക്ക് ചെയ്യാനാണ് അദ്ദേഹം ആദ്യമായിട്ട് ശ്രമിച്ചത്. സോണിയാഗാന്ധിയെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ കേസിൽ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് സോണിയാഗാന്ധി വളരെ ഷാർപ്പായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. അതിനുശേഷമാണ് ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളെ ഒരു തരത്തിൽ അങ്ങേയറ്റം മോശമാക്കി കാണിക്കുന്ന, കേരളത്തിലെ വികസന നേട്ടങ്ങളെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്ന തരത്തിലുള്ള, മലയാളികളുടെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പ്രഭാഷണം വന്നിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും അതിശക്തമായിട്ട് ഏറ്റെടുക്കുക വഴി കോൺഗ്രസ്സിന് ഒരു തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് UDFയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ക്യാമ്പയിനെതിരായിട്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു കൗണ്ടർ ഇനീഷ്യേറ്റീവ്, അത് മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് UDFന് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള ഈ അറ്റാക്ക് തെക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായിട്ടുള്ള കമ്മ്യൂണൽ ഫോക്കസ് അത് മലബാറിലെ മുസ്ലിം വോട്ടുകൾക്കിടയിലും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കും. ഇത് രണ്ടും ഒരു വലിയ പരിധി വരെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം. വെള്ളാപ്പള്ളി നടേശൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി വളരെ മോശമാണ്. പക്ഷേ BDJSൻ്റെ പേരിൽ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും അവരുടെ മണ്ഡലങ്ങളിൽ ജനങ്ങളോട് ബന്ധമുള്ളവരാണ്.
അപ്പോൾ ഒരു പരിധി വരെയെങ്കിലും ഈഴവ തീയ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടുകളിൽ ഒരു പങ്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 15% വോട്ട് അവർ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം 7% അവർക്ക് പരമാവധി കിട്ടാനിടയുള്ള വോട്ട്. അതിനോടൊരു 3% ചേർത്താൽ പോലും 10%-അപ്പുറം കിട്ടില്ല. ഈ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ അവസാനത്തെ ഒരു റൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു തരത്തിലുള്ള മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും അത് UDFന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് സാധ്യത തുറക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ഉറപ്പ് പറയാവുന്ന അവസ്ഥയല്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. പക്ഷേ എങ്കിൽ തന്നെയും നിരീക്ഷിക്കുന്നവർക്ക് മുന്നിൽ ഇത്തരം ചില സംഗതികളുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായേക്കാം. നരേന്ദ്രമോദിയുടെ വരവിന് മുമ്പൊക്കെ അദ്ദേഹം ഏതോ നിലക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തിരിച്ചുവിട്ടേക്കാം BJPക്ക് അനുകൂലമായി എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പക്ഷേ അബദ്ധമാണ് ചെയ്തത് എന്ന തോന്നൽ ആ ഭാഗത്ത് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ പോലുമുണ്ട്. രാജ്യാന്തര മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന വാർത്തകൾ പ്രചരിക്കുന്നത് വാർത്തയാകുന്ന സാഹചര്യമുണ്ടാകുന്നുണ്ട്. LDFും UDFും തന്നെ നേർക്കുനേർ നിന്ന് എല്ലാ കാലങ്ങളിലും എന്ന പോലെ മത്സരിക്കുന്നു എന്ന തോന്നൽ മേൽത്തട്ടിലെങ്കിലുമുണ്ട്. രണ്ടാമത് UDFന് BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന പ്രചാരണം അടിച്ചുവിടാൻ, അല്ലെങ്കിൽ അതിന് വലിയ തോതിൽ ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാവുന്ന വിധത്തിൽ പ്രചാരണം നടത്താൻ LDFന് കഴിഞ്ഞു എന്ന തോന്നലുണ്ട്. അവർ തമ്മിലാണ് മത്സരം. അവരിൽ ആരാണ് ജയിക്കുക എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമായിരിക്കാം. പക്ഷേ അവർ തമ്മിലാണ് മത്സരം. BJP 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അക്കൗണ്ട് തുറക്കാൻ പോലും പറ്റുകയില്ല എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി, അവരോട് പ്രകടിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഏതേത് കാരണങ്ങൾ കൊണ്ടാണ്? ശ്രീ രാധാകൃഷ്ണ മേനോൻ. സരീഷേ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ നിലയ്ക്കുള്ള ഈ ഒരു BJP വിരുദ്ധമായിട്ടുള്ളവരുടെ ന്യൂനപക്ഷ LDF UDF അവർ മാത്രമായിട്ട് മത്സരിക്കും എന്നൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അവരെ പണ്ടും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളവരാണ്. ഇത് കഴിഞ്ഞാലും അവരിതൊക്കെ തന്നെ പറയും. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ ഇടതും വലതും തമ്മിൽ, LDF UDFും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് KM മാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൗഹൃദ മത്സരമാണ്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സൗഹൃദ മത്സരം ആദ്യമായിട്ടുണ്ടായത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇവരുടേത് സൗഹൃദ മത്സരമാണ് എന്ന് കേരളീയ സമൂഹം നന്നായി തിരിച്ചറിയുന്നു. ഇതോടുകൂടി, കാരണം പ്രധാനമന്ത്രി ചില വസ്തുതകളാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി സോമാലിയയെക്കുറിച്ച് പറഞ്ഞതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. സോമാലിയ അത്ര മോശം സ്ഥലം ആയി പറയുന്ന അതിനെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ആഗോള സൗഹൃദത്തിനൊന്നും പ്രസക്തിയില്ലേ. ഏതായാലും അങ്ങനെയെല്ലാമുള്ള താരതമ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA, കാരണം ഇത് തന്നെയാണ് NDA. ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മോഡിക്കെതിരെയും BJPക്കും NDAക്കുമെതിരെയും ഉണ്ടായ വാദഗതികളും പ്രചരണവുമൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പെട്ടിപൊട്ടിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് BJPക്ക് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, NDAക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. ഏതാണ്ട് ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ചിത്രം കേരളത്തിലേക്ക് ഈ പ്രാവശ്യം കടന്നു വന്നു. പണ്ട് നമുക്കറിയാം, ഈ അടിയന്തരാവസ്ഥ കാലത്ത് അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ആദ്യം കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ കേരളം ആകെ മാറി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കേരളീയ സമൂഹം, ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ, യുവജനങ്ങൾ, അവരെല്ലാം ഈ ഇടതും വലതും നിൽക്കുന്ന കുറെ പ്രചാരകർ, അവരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രചരണങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് എപ്പോഴും ഇവർ തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരമെന്ന് വിശ്വസിക്കും എന്ന് അവർക്ക് ആശ്വസിക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അപ്പോൾ തന്നെയും ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ വിഷയങ്ങളൊക്കെ പറയുകയും വിജയിക്കണം, ഇത്തവണയെങ്കിലും കരുത്തു തെളിയിച്ച് നിയമസഭയിൽ 3-ാം ശക്തിയാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കേരളത്തിലെ നേതാക്കളെ നിരാശപ്പെടുത്തുന്ന, ഒരർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ലേ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന്? ഇന്നിപ്പോൾ കേരളത്തോട്, ഇതുവരെ ഒരു സീറ്റ് പോലും നൽകാത്ത കേരളത്തോട് അവർക്ക് ദേശീയ നേതൃത്വത്തിനൊരു അന്യതാബോധം, ഞങ്ങളുടേതല്ലല്ലോ ഈ ഇടം എന്ന തോന്നലുണ്ടാകുന്നത് ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. പക്ഷേ അപ്പോൾ തന്നെയും ഇന്നിപ്പോൾ വളരെ കാര്യമായി സംസാരിക്കുന്ന, അങ്ങേയറ്റം പക്വത പ്രകടിപ്പിക്കാറുള്ള സുഷമ സ്വരാജിൻ്റെ ട്വീറ്റ് ആയതുകൊണ്ടായിരിക്കണം എങ്കിൽ തന്നെയും അതും കേരളത്തോടുള്ള ഈ അന്യതാബോധം പ്രകടിപ്പിക്കുന്നതായി പോയില്ലേ? ലിബിയയിൽ ഞങ്ങളല്ലേ കൊണ്ടുവന്നത്, ആരാണതിന് പണം കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ
ഏത് സംസ്ഥാനത്താണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടി ആയിട്ടുള്ള കടമയായിട്ടുള്ള ഒരു കാര്യം ചെയ്തതിൻ്റെ മേൽ കണക്ക് പറയുന്നത്, ഞങ്ങളാണത് ചെയ്തത് എന്ന് പറയുന്നതിൽ കേരളത്തെ മാറി നിർത്തുന്നു. ഞങ്ങൾ ചെയ്യേണ്ടതല്ല കേരളത്തിൻ്റെ കാര്യങ്ങൾ, എങ്കിൽ പോലും ഞങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന ടോൺ വരുന്നത്, അത്രയും ഉന്നതരായ നേതാക്കൾ എന്ന് വരുന്നത് ഇപ്പറയുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം, കേന്ദ്രത്തിലെ നേതാക്കൾ നൽകുന്ന അടികളല്ലേ? അത് അങ്ങനെ തന്നെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും താങ്കൾക്ക് പറയാൻ പറ്റാത്തതല്ലേ? അല്ല സനീഷ്, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഏത് നേതാക്കളാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്? അങ്ങനെ ഒരു അഭിപ്രായം കേരള സംസ്ഥാനത്തെ ഒരു നേതൃത്വത്തിലുമില്ല, ഒരു പാർട്ടി പ്രവർത്തകനുമില്ല. കാരണം ദേശീയ നേതൃത്വം കയ്യും മെയ്യും മറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ വിജയത്തിന് വേണ്ടി അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ വരെ NDAയുടെ ഭാഗമല്ലാതിരുന്ന CK ജാനു, ഇവിടുത്തെ പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ ഇന്നലെകളിൽ ഇതിന്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ഇന്ന് BJP എതിർക്കുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നവർ അവർ BJPയോടൊപ്പം വന്നിരിക്കുന്നു. ശ്രീനാരായണീയർ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം വന്നിരിക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലേ? അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവര് പ്രത്യേകമായി ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ അണിനിരക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഗോവയിലെ ഭരണകക്ഷി, ജമ്മു കാശ്മീരിലെ BJPയും അവിടെയുള്ള പ്രാദേശിക സംഘടനയും ഒരുമിച്ച് ഭരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് അധിവസിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് BJPയെയും നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സുഷമ സ്വരാജ് പറഞ്ഞത് ലിബിയയിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് പ്രത്യേക ഫ്ലൈറ്റുകൾ അയച്ച് എത്രയോ ആളുകളെ കൊണ്ടുവന്നു. ഈ പ്രാവശ്യവും ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി അവകാശപ്പെടുന്നു അദ്ദേഹമാണ് കൊണ്ടുവന്നേ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് 400 വോൾവോ ബസ്സുകൾ കൊടുത്തപ്പോൾ ആ ബസ്സെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് പ്രത്യേകം കൊടി വീശി ഇറക്കി അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇവിടുത്തെ UDFകാരും MLAമാരും. അപ്പൊ സ്വാഭാവികമായും കേന്ദ്രം ചെയ്യുന്നതൊന്നും കേന്ദ്രമാണ് എന്ന് പറയരുത്. ഇപ്പൊ ഈ നേരത്തെ വികസനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കേരളത്തിന്റെ വികസനത്തിന് കേരളം കൊണ്ടുവന്ന പ്രോജക്റ്റ് ഏതാ? ഒരു പ്രോജക്റ്റിന്റെ പേര് പറയാൻ പറ്റുമോ? ഇപ്പൊ മെട്രോ അടക്കം, ഈ വിഴിഞ്ഞമടക്കം, ഈ നാടിന്റെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോട്ടയത്ത് നിന്ന് പറയുകയാണ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM മനോജ്, എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയാനുള്ളൊരിടം നമ്മളിപ്പോൾ ടെലിവിഷൻ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതിനപ്പുറത്ത് ഈ കവലകളായ കവലകളിൽ എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കാൻ, BJPയെ കേൾക്കാൻ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ഈ പ്രധാനമന്ത്രിയുടേതും സുഷമ സ്വരാജിൻ്റെയും എതിർക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന പരാമർശങ്ങൾ കാരണമായിട്ടില്ലേ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പോൾ അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം പറയുന്നു, വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുന്നു. ഉമ്മൻചാണ്ടി ഈ പറയുന്ന ഞങ്ങൾ വികസനം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഒരറ്റത്ത് ഞങ്ങളുണ്ട്, ഞങ്ങൾ കൂടെ ചേർന്നാണ് നടപ്പാക്കിയത് എന്ന് പറയാനുള്ള അവസരം BJPക്കുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ പറയാനുള്ള അവസരത്തെ അവർ വിനിയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തെരുവുകളിൽ കുറെ കൂടെ കൂടുതലായി അവർ പറയുന്നുണ്ടാകണം. അത് ഏത് നിലക്കാണ് ആ അന്തർധാര വരിക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നത് നമുക്ക് അറിയുകയില്ല. അത് LDFന് അനുകൂലമാവുകയില്ല എന്നതുകൂടെ കാണേണ്ടതല്ലേ? 2 വർഷമായി നരേന്ദ്രമോദി ഭരണത്തിലുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറയാത്തതൊന്നും ഇപ്പോൾ പറയാനില്ല. കാരണം അതിനുശേഷം എന്തെങ്കിലും വികസനം ഉമ്മൻചാണ്ടിയോ BJPയോ കൊണ്ടുവന്നെന്ന് സനീഷിനും എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അന്ന് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ശ്രീനാരായണീയർ ഞങ്ങളുടെ കൂടെയാണെന്ന്. ശ്രീനാരായണീയരല്ല, നടേശിയർ. ശ്രീനാരായണീയരെ അങ്ങനെ കൂട്ടാൻ BJPക്ക് കഴിയുമെന്ന് കേരളത്തിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ചരിത്രം മനസ്സിലാക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. ഇവിടെ ശരിയാണ്, BJP കേന്ദ്ര ഭരണകക്ഷിയാണ്. അവർ വളരെ ഗംഭീരമായി പണമൊഴുക്കിക്കൊണ്ട് ഇവിടെ പ്രചാരണം നടത്തുന്നത് സത്യമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയുന്നുണ്ടെന്നും സത്യമാണ്. എപ്പോഴാണ് മറുപടി പറയാൻ തുടങ്ങിയത് BJPക്ക്? ഈ അടുത്ത ദിവസങ്ങളിൽ. എന്തുകൊണ്ടാണ്? ചേക്കൂട്ടി ഇപ്പം വളരെ മനോഹരമായിട്ടൊരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. മൈനോറിറ്റിയുടെ ഫീലിംഗ് മുഴുവൻ UDFനൊപ്പം പോകുന്നു. അങ്ങനെ ഒരു പേടി, അതായത് മൈനോറിറ്റി UDFിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് BJPയുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനുള്ള അഭ്യാസത്തിലേക്ക് ഉമ്മൻചാണ്ടി കടന്നത്. ഇന്ന് കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ നിന്നാണ്. എന്താണെന്നറിയോ? അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവിടെയുള്ള RSSൻ്റെ ശാഖകളിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ശാഖകൾ പ്രചാരണം നടത്തുന്നു, RSSകാർ രംഗത്തിറങ്ങുന്നു. ഇത് കേരളത്തിൽ നടക്കുന്നതാണ്. കോൺഗ്രസും BJPയും ലീഗും തമ്മിൽ സഖ്യം ഉണ്ടായത് കേരളത്തിലാണ്, CPM എല്ലാം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJPയും കോൺഗ്രസുമായി കൃത്യമായ ബന്ധമുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്ക്. എവിടെയാണ് BJP ജയിച്ചിടത്തെല്ലാം കോൺഗ്രസ് 3-ാമതാണ്.
ദയനീയമായ മൂന്നാമത്. 2000 വോട്ട് BJP നേടിയെടുത്ത് 300-400 വോട്ട് വാങ്ങി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തോറ്റ ശ്രീ ബാലചന്ദ്രൻ്റെ നാടാണല്ലോ. പറയട്ടെ, 27 വാർഡുകളിൽ എങ്ങനെയാണ് പോയത്? അപ്പോൾ കോൺഗ്രസ് BJPക്ക് വോട്ട് വിൽക്കുന്നു, പകരം തിരിച്ച് കാശോ വോട്ടോ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്നു. ഇത് കേരളത്തിൽ സ്ഥിരമായി നടക്കുന്ന സംഭവമാണ്. ഇതറിയാത്ത ആളുകളാണ് നമ്മളെ ന്യൂനപക്ഷങ്ങളെന്നും അതുപോലെ ഇവിടെയുള്ള മതനിരപേക്ഷ വിശ്വാസികളെന്നും എന്ന് ധരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്വപ്നം കാണാം. കേരളത്തിലെ വർഗീയതയുടെ അതിപ്രസരം പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ മനോജ് താങ്കളിലേക്ക്. പ്രൊഫസർ ബാലചന്ദ്രൻ, ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം അത് ഉണ്ടാകുമെന്ന് പൊതുവിൽ ആളുകൾ പലരും പറയുന്നുണ്ട്. അതിന് കാരണം ഇപ്പറയുന്ന BJP ഒരു കേന്ദ്ര ശക്തിയാണ്. നമ്മൾ ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിലെ ചർച്ചകളിലൊന്നും വന്നിട്ടില്ലാത്ത ബീഫ് നിരോധനമടക്കമുള്ള കാര്യങ്ങൾ അരക്ഷിതരാക്കിയിട്ടുള്ള BJP അതേ ശക്തിയോടുകൂടി കേരളത്തിൽ വരികയാണ് എന്ന് ഭയപ്പെടുന്ന, BJPയോട് അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയല്ല, പക്ഷേ ഭയപ്പെടുന്ന ഒരു സംഘമാണ് BJP എന്ന് ഇരുപക്ഷവും പറയുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടം ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിലൂടെ ഉണ്ടാവുക LDFനാണ് എന്നൊരു പോയിന്റിനെ താങ്കൾ എങ്ങനെയാണ് നേരിടുക? അങ്ങനെയല്ല, അത് UDFന് ദോഷമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് എന്ത് കാരണങ്ങളാലാണ് പറയാനാവുക? ഹൈന്ദവാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേക സരണി കെട്ടിപ്പടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഈ രാജ്യത്ത് ഈ മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അവന് സംരക്ഷണം കൊടുക്കാനും വേണ്ടി ഭരണഘടന പോലും ഉണ്ടാക്കുകയും മഹാത്മാഗാന്ധിയുടെ ജീവൻ പോലും ത്യജിക്കുകയും ചെയ്ത ഒരു നാടാണിത് ഇന്ത്യ. ആ നാട്ടിൽ നിന്നുകൊണ്ട് ഈ ഹൈന്ദവരല്ലാത്ത ആൾക്കാർക്ക്, സിഖുകാരടക്കം ജൈനന്മാരടക്കം ഈ രാജ്യത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആശയർപ്പിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും എടുത്തുകൊള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് ഇവിടെ രക്ഷ കൊടുക്കാൻ ഇന്ത്യക്ക് ആകമാനമാണ് രക്ഷ കൊടുക്കേണ്ടത്, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ അതിനാവശ്യമായൊരു കേന്ദ്രീകൃതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും UDFനോടൊപ്പമാണ്. ആ അർത്ഥത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെയും കാരണം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ വികസനത്തിൻ്റെ കാര്യം മനോജ് പറയുകയുണ്ടായി. ഈ 5 വർഷത്തിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായത്? ഏതെങ്കിലും ഒരു വികസനം ഉണ്ടായതായിട്ട് പറയാൻ കഴിയുമോ? ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്താണ് ഇവിടെ ചെയ്തത്? സെക്രട്ടേറിയറ്റ് വളഞ്ഞത് മുതൽ, ബന്ദ് നടത്തിയത് മുതൽ, ഹർത്താൽ നടത്തിയത് മുതൽ എന്ത് കാര്യങ്ങളാണ് ഉണ്ടായത്? ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉറകൊണ്ടല്ല യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ വാളുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആശയ യുദ്ധമാണ് നടത്തുന്നത്. ഞങ്ങൾ പറയുന്നു മദ്യനയത്തിൻ്റെ കാര്യത്തിൽ മദ്യ നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതോടൊപ്പം തന്നെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, സാമൂഹ്യക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ആ വക കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി കൊച്ചു കൊച്ചു കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് UDFൻ്റെ സരണിയെ വിലങ്ങുതടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് യോജിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് UDF എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 140 ഇടങ്ങളിൽ 1-2 ഇടങ്ങളിൽ ജയിക്കാൻ വേണ്ടിയുള്ള കസർത്ത് BJP നടത്തുന്നു. ഇവിടെ 140 ഇടങ്ങളിലും ജയിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ആ 140 ഇടങ്ങളിലും LDFനെ തോൽപ്പിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായി NDA 11 പാർട്ടികളുടെ ഒരു കൂട്ടം, ഏതാണ്ട് ഒരു മന്ത്രിപ്പട ഇവിടെ ഇറങ്ങുകയുണ്ടായി. അവർ മുഴുവൻ ഈ രാജ്യം മുഴുക്കെ നടന്ന് പ്രസംഗിക്കുകയാണ്. സോമാലിയ, ആ മോഡി സാറിനോട് ഒന്ന് സോമാലിയ സന്ദർശിക്കാൻ പറയണം. സോമാലിയ അദ്ദേഹം കണ്ടിട്ടില്ല. 34-42 രാജ്യങ്ങൾ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. അവിടെ കണ്ടവരെ മുഴുക്കെ വെളുത്ത ആൾക്കാരെയാണ്. അവർ കണ്ടവർ മുഴുവൻ സമ്പന്നന്മാരെയാണ്, തടിച്ചു കൊഴുത്തവരെയാണ്. സോമാലിയയിലെ ജനങ്ങൾ കറുത്തവരാണ്, അതിനേക്കാൾ അധികമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്, അവിടെ അക്ഷരാഭ്യാസമില്ലാത്തവരാണ്, ഒരു ലിപി പോലും ഇല്ല അവിടെ. എന്നാൽ 1980 മുമ്പ് ആ രാജ്യം ഏറ്റവും സമ്പന്നമായിരുന്നു. പ്രൊഫസർ ബാലചന്ദ്രൻ, നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് ഈ ചർച്ചയിൽ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കളിലേക്ക് ഒരിക്കൽ കൂടെ വരണമെന്നുണ്ടായിരുന്നു ശ്രീ PM മനോജ്, പക്ഷേ അതും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ NP ചെക്കുട്ടി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രചാരണത്തിന്. എല്ലാ മുന്നണികളും അവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാണ്, അവർക്ക് തന്നെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രചാരണ പരിപാടികളെ കൊണ്ടുപോയോ? യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളിലേക്കൊക്കെ തന്നെ ഈ പോയിട്ടുണ്ടോ? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്, ഇപ്പോൾ പാമോലിൻ കേസ് അടക്കമുള്ള കാര്യങ്ങളിലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഏതെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഈ 3-4 ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ മാത്രം
തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, വോട്ടെടുപ്പിനെ ബാധിക്കുക, സ്വാധീനിക്കുക എന്നതുണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം പ്രധാനമായിട്ട് നമുക്ക് മലയാളി സമൂഹം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സമൂഹമാണ്. ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. യങ്സ്റ്റേഴ്സ് അടക്കം, സ്ത്രീകളടക്കമുള്ള ആളുകൾ ദൈനംദിന ജീവിതത്തിൽ അവർ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെയേറെ കൺസേൺഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വോട്ടർമാരിൽ ഒരു 90% പേരെങ്കിലും തങ്ങളുടെ നിലപാടുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്ന നാളെ ഏതോ ബോംബ് പൊട്ടിക്കുന്നു സരിത പറയുന്നു, അത്തരം കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആളുകൾ അത്ര ഗൗരവമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ട് ആളുകൾക്ക് നിലപാടുണ്ട്. രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്യും. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ കേരളീയ സമൂഹത്തെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും അവർ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള. അതല്ലാണ്ട് മറ്റേതെങ്കിലും വിഷയങ്ങളൊന്നും ഗൗരവമായിട്ട് ബാധിക്കാനിടയില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. ആ കാര്യമാണ് നമ്മൾ. ശ്രീ PM മനോജ്, താങ്കൾ കൈ ഉയർത്തുന്നുണ്ട്, വളരെ പെട്ടെന്ന് പറയാം. ഒറ്റ കാര്യം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പെട്ടിയിലായതിനു ശേഷം ഇതുപോലെ നടത്തിയ ചർച്ചയിൽ ഞാനും ചെക്കുട്ടിയും പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും LDF ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നതെന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ ചേക്കുട്ടി, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പില്ലേ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക മുന്നണിയല്ല ജയിച്ചുള്ളത്. 10,000 വോട്ടർമാർ, 10,000 സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല. വളരെ 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 നന്ദി ശ്രീ ചേക്കുട്ടി, ശ്രീ PM മനോജ്, ശ്രീ പ്രൊഫസർ ബാലചന്ദ്രൻ, ശ്രീ B രാധാകൃഷ്ണ മേനോൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് 4 ദിവസമാണ്. 5-ാം ദിവസം ജനം വോട്ടെടുപ്പിനായി ബൂത്തുകളിലേക്ക് നീങ്ങും. ഇനി അങ്ങോട്ടും ഉള്ള ദിവസങ്ങളിലും സ്വാഭാവികമായും നമ്മൾ അതാത് ദിവസങ്ങളുടെ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാകും ചർച്ച ചെയ്യുക. വളരെ നന്ദി അതിഥികളായി എത്തിയതിന് എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും www.mediaonetv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.